ഹായ്, അസ്സലാമു അലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹെൽത്തി സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ്. തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തിരക്കുള്ളവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ ഓട്സാണ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊരു 15 മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കാം. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ബദാം പരിപ്പാണ്. ബദാമിന് പകരം നിങ്ങൾക്ക് പീനട്ട്, വാൾനട്ട്, കാഷ്യൂനട്ട് ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നട്ട്സുകളിൽ ധാരാളം ഹെൽത്തി ഫാറ്റും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു 15 മിനിറ്റ് നേരം കുതിർത്തെടുക്കാം. ഇനി കുതിർത്ത് വെച്ച ഓട്സ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഈത്തപ്പഴം കുരു കളഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പഴം, സീസണലായിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. സപ്പോട്ട, പപ്പായ, സ്ട്രോബെറി അതുപോലുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ചിയ സീഡ്, ഫ്ലക്സ് സീഡ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഞാനിവിടെ ഫ്ലക്സ് സീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, 1 ടീസ്പൂണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ നട്ട്സുകളൊക്കെ വിൽക്കുന്ന കടയിലും വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം കൊക്കോ പൗഡർ, കോഫി പൗഡർ ഇല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. മധുരത്തിന് വേണ്ടി ഇത് ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 കപ്പ് പാല്. നിങ്ങൾക്കിതിന് പകരം കട്ടത്തൈര് ഉപയോഗിക്കാവുന്നതാണ്. കട്ടത്തൈരാണെങ്കിൽ അത് 1/2 കപ്പ് എടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഓട്സിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈത്തപ്പഴം അത്യാവശ്യം കലോറി തരുന്നതും ഒരു നാച്ചുറൽ സ്വീറ്റായിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലാക്സ് സീഡിലും ചിയ സീഡ്സിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബറും മറ്റു മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കുക. തേനിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ മൂടി വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒരാൾക്ക് കുടിക്കുന്ന അളവിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ തരത്തിൽ തയ്യാറാക്കി നോക്കുക. അതായത് ഞാനിപ്പോൾ പഴത്തിന് പകരം പഴമാണ് ഉപയോഗിച്ചത്. എന്നാൽ പഴത്തിന് പകരം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫ്രൂട്ട് ഉപയോഗിക്കാം. നട്ട്സ് ഞാൻ ബദാമാണ് ഉപയോഗിച്ചത്. ബദാമിന് പകരം കാഷ്യൂനട്ടോ വാൾനട്ടോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഫ്ലേവറിനായി ഏലക്കയ്ക്ക് പകരം കൊക്കോ പൗഡർ, കോഫി പൗഡർ, പട്ട ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചും തയ്യാറാക്കാവുന്നതാണ്. വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും തിരക്ക് പിടിച്ചവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.